കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് മണ്ണെടുക്കാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോകുമല്ലോ. അപ്പം ഞാനിത് പറയുന്നത് കണക്ട് ചെയ്ത് പറയുന്നത് വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോകുമെന്നതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മണ്ണെടുക്കാൻ പറയുന്നവർ അവരായിട്ട് വെള്ളം തുറന്നു വിട്ട് മണ്ണ് കളയില്ലല്ലോ, അവരായിട്ട് തുറന്നു വിട്ട് മണ്ണ് കളയില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു 2018. ഇവരുടെ അന്നത്തെ 2018ലെയും കൺസേൺ 2019ലെയും കൺസേൺ ഈ മണ്ണാണ്. അതല്ലെങ്കിൽ എന്തിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ മണ്ണെടുക്കുന്ന കാര്യത്തിൽ വെപ്രാളപ്പെടണം, വേവലാതിപ്പെടണം? മണ്ണ് അവരുടെ കൺസേൺ അല്ലല്ലോ. അവർ വെള്ളം കടലിൽ ഒഴുക്കിയാൽ പോരെ, അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ പോരെ. ആ ലൈൻ വളരെ ക്ലിയർ. മെൻഷൻഡ് അബൌവ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിങ് ദ ഇംപെൻഡിങ് മൺസൂൺ. വെള്ളം ഇവർ കെട്ടിവെച്ചാലും മഴ വരുമ്പോൾ പോവും. അപ്പോൾ ഒഴുക്കി വിടേണ്ട വെള്ളം അവർ ഒഴുക്കി വിടത്തില്ല, അവർക്ക് വെക്കാം. പക്ഷേ മോളിൽ നിന്ന് പറയാം ആ മഴ പെയ്ത് വെള്ളം പോണതിന് മുമ്പ്, മഴ പെയ്ത് മണ്ണ് പോണതിന് മുമ്പ് എടുത്തോളം പറയണം. ഇറ്റ് ഈസ് സോ ക്ലിയർ, സോ അപ്പാരൻറ്റ്. ഇത് നാളുകളായി ഇത് നാട്ടിൽ നടക്കുന്ന കൊള്ളയാണ്. അതിൻ്റെ പേരിൽ കേരളം സഫർ ചെയ്താണ്, നോ ഡൗട്ട്. അദ്ദേഹം പറഞ്ഞല്ലോ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല മൈനിങ് ആൻഡ് ജിയോളജിയാണ്. അത് സാങ്കേതികമായി പറയുമ്പോൾ ശരിയാണ്. മൈനിങ് നടത്താൻ മണ്ണെടുക്കാൻ അനുമതി കൊടുക്കാൻ കഴിയുന്നത് മൈനിങ് ആൻഡ് ജിയോളജിക്ക് അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനാണെങ്കിലും ചെയ്തത് ഇദ്ദേഹമാണ്. ഈ എഗ്രിമെൻറ്റ്, ഈ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ് അവിടെ നിന്ന് മണ്ണെടുക്കാൻ സാധിച്ചത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാതെയോ അതിൽ കൃത്യമായിട്ട് വരികയാണ് മണ്ണ് പോകുന്നതിന് മുമ്പ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇന്ന് കേരളത്തിൽ ഈ BJP CPM ഡീൽ എത്ര ഡീപ്പാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വട്ടം നമ്മുടെ സുരേഷ് ഗോപി വലിയ അവകാശവാദത്തിൽ ഇന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോട് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻറ്റിമേഷൻ പറഞ്ഞതാണെന്ന്. അതായത് വലിയ മഴ പെയ്യാൻ പോവാണ്, നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇത് മെയിൽ അയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് മെയിൽ കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഈ സംഭവം നടന്ന് ഇത്രയും അന്നത്തെ കാര്യം അന്ന് പറഞ്ഞ ആളുകളെ നിങ്ങൾ ഓരോരുത്തരും റിവ്യൂ ചെയ്യണം. ഇന്ന് മന്ത്രിയായിട്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഇതിലിരിക്കുന്ന സുരേഷ് ഗോപി പോലും ഈ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന അദ്ദേഹം പോലും മൗനം പാലിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് CPMനെ സഹായിക്കാൻ ഈ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി വരുമെന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് എന്നെ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിനെക്കുറിച്ച് ഇതിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും കോടതിയിൽ പോകുന്ന മാത്യു കൊള്ളാണ് എന്തുകൊണ്ട് ഈ വിഷയമുയർത്തി കോടതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വരാജ് കോടതിയിൽ പോകുന്നതിനെ ആക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹം ഒരു ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും തരംതാണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്തം കമ്മികളായിട്ടുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കോടതിയിൽ പോകുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും 1 രൂപ വീട്ടിൽ കൊണ്ട് എൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ അധ്വാനിച്ച് വരുമാനത്തിന് തൊഴിൽ, രാഷ്ട്രീയം, സേവനം എന്നതായിരിക്കണം പുതിയ തലമുറയുടെ കാഴ്ചപ്പാടെന്ന് സമൂഹത്തോട് പറഞ്ഞ വ്യക്തിയാണ്. അതിൻ്റെ അന്തസ്സ് പാലിക്കാൻ ഞാൻ കോടതിയിൽ കേസുകൾ നടത്തിയിട്ടുണ്ട്. അത് കേസ് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഞാനത് ചോദിക്കുന്നില്ല. സ്വരാജ് കോടതിയിൽ പോയിട്ട് എന്തായെന്ന് മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. വേണമെങ്കിൽ എനിക്ക് ചോദിക്കാൻ പാടില്ല അദ്ദേഹത്തോട്. ഒരു കേസിലെ വിധിയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ നിലവാരത്തിലേക്ക് താണയിൽ എനിക്ക് ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു. ഞാൻ നിങ്ങളുടെ ഈ ആക്ഷേപം അധിക്ഷേപം കൊണ്ട് എൻ്റെ കോടതി പോക്ക് നിർത്തില്ല. കാരണം ദാറ്റ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. നിങ്ങളുടെ ഒരുപാട് നേതാക്കന്മാർ ആർഭാട ജീവിതം നയിക്കുന്നുണ്ട്. ആരെങ്കിലും ജോലി ചെയ്തിട്ടാണോ? ആരെങ്കിലും പണിയെടുത്തിട്ടാണോ? സ്വരാജിനോട് നീ വിരലി കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്, പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ എന്ത് ജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ട്. അന്ന് എന്നെക്കൊണ്ട് ചോദിപ്പിക്കരുത്, പറയിക്കരുത്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ പോകുന്നതിനെക്കുറിച്ച് അങ്ങ് വറിയിടാവേണ്ട കാര്യമില്ല. അതെൻ്റെ ജോലിയുടെ, എൻ്റെ അധ്വാനത്തിൻ്റെയും ഭാഗമാണ്. കേസ് ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കും. പക്ഷേ അതിനൊന്നും ഒരു വക്കീലിനും അങ്ങനെ അപമാനിക്കാനോ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വക്കീലായ KK വേണുഗോപാലും ഫാലിയസ് നരിമാനും കേസുകൾ ജയിച്ചിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞൊന്നും ഞങ്ങൾ ഇതാക്കാമെന്ന് വിചാരിക്കേണ്ട. അല്ല, അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്നെല്ലാം ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് പിഴവാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.